അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. MEPCയുടെ ഈ കമ്പൈൻഡ് വർഷിപ്പിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യേ തിരുവചനവുമായി നിൽപ്പാൻ കർത്താവ് എനിക്ക് നൽകുന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വിശേഷാൽ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താനദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ, ഇതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന കർത്താനദാസനായ സ്തോത്രം, ഇതിൻ്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ മൂത്ത സഹോദരൻ പാസ്റ്റർ ജേക്കബ് ജോർജിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശേഷാൽ കർത്താനദാസൻ പാസ്റ്റർ PM ജോയ് പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയിൽ കഴിഞ്ഞ 8 ദിവസം തിരുവചനം പഠിപ്പിക്കുവാൻ കർത്താവ് സാവകാശം നൽകി. നാട്ടിലേക്ക് അടുത്ത ദിവസം കടന്നു പോകുന്ന ബുധനാഴ്ച കർത്താവിന് വെച്ചാൽ അതിനു മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടി നിങ്ങളെ ഒന്നിച്ച് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ പേര് ജെയിംസ് ജോർജ്. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായി US കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ പാസ്റ്റർ PC വർഗീസും ഞാനും ഒരേ ടൗണിൽ അടുത്തടുത്ത ചർച്ചുകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. ദൈവം അനുവദിച്ചാൽ ഈ 2 മാസം കഴിഞ്ഞ് ഫ്ലോറിഡയിലുള്ള IPC ലേക്ക് ലാൻഡ് ചർച്ചിലേക്ക്, IPC എബനേസർ ലേക്ക് ലാൻഡിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്നതിന് മുമ്പ് ലഭിച്ച ഒരു ഗ്യാപ്പിൽ ചില നാളുകൾ ഈ കഴിഞ്ഞ 3-4 മാസമായി നോർത്ത് ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ കടന്നു പോകുവാനും തിരുവചനം പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് സാവകാശം നൽകി. ഇന്ന് രാത്രിയും ഒന്നിച്ചുള്ള സമയം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ, ഉത്തേജനം നൽകുന്ന കർത്താവിൻ്റെ സന്നിധാനത്ത് നമ്മെ ഒന്നുകൂടി അടുപ്പിക്കുന്ന സങ്കീർത്തനത്തിൽ നിന്നുള്ള ആലോചനകളൊക്കെ നാം ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ഈ രാത്രി നാം വീണ്ടും കർത്താവിൻ്റെ സന്നിധാനത്ത് തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. നാം നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരാണ്. വി ആർ ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ദി സോൾസ് ദാറ്റ് ആർ പെരിഷിങ് ഔട്ട്സൈഡ്. അപ്പോൾ ഇത് നമ്മുടെ കമ്പൈൻഡ് വർഷിപ്പാണല്ലോ, ഇത് സഭാജനങ്ങളുടെ കുടിവരവുകാണ്. അപ്പോൾ വെളിയിൽ നാം നശിച്ചു പോകുന്നവരെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കുന്ന പോലെ തന്നെ അകത്തൊത്തിരി പേർ മരിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് പലപ്പോഴും നാം കൺസേൺഡ് അല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് നാം ഇവിടെ പാടിയ പോലെ ശാലേം രാജൻ വരുന്ന ധ്വനികളൊക്കെ അടുത്ത് വരുമ്പോൾ നാം നമ്മിലേക്ക് നോക്കുവാൻ തിരുവചനത്തുനിന്ന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിന്ന് രാത്രി ആമേൻ ഈ തിരുവചന ഭാഗം ശ്രദ്ധിച്ചിട്ട് ഒരു വ്യത്യസ്ത അനുഭവത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം എല്ലാത്തിലും ഓടി നടന്ന് അധ്വാനിക്കുന്നവരാണ്. തിരുവചനം നമ്മെ കുറിച്ച് പറയാൻ നമ്മെ യഹൂദന്മാരെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ കടലും കരയും നടന്ന് ആളുകളെ മതത്തിൽ ചേർക്കുവാൻ നോക്കുന്നവരാണ്. ഒടുവിൽ എന്തുള്ളതാണ് നമുക്കറിയാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം പുറത്തുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുമ്പോൾ തന്നെ അകത്ത് നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഈ ദിവസങ്ങളിൽ നമ്മിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. We are going to look at Gospel of Luke chapter 23 verse 34. ആരെങ്കിലും ഒരാള് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കാണുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളത്തെ ഞാൻ കാൽവറിയിലേക്ക് ക്ഷണിക്കുകയാണ്. 3 ആണികളാൽ തൂങ്ങപ്പെട്ട അവൻ വേദന അനുഭവിക്കുന്ന, ബ്ലീഡ് ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നാം ഇന്ന് രാത്രി ഒന്നിച്ച് നോക്കുകയാണ്. നമുക്കറിയാം ഏത് മനുഷ്യൻ്റെയും അവൻ അവസാനത്തെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നാം നമ്മുടെ മാതാപിതാക്കളോടുകൂടെയോ സഹോദരങ്ങളോടൊക്കെയോ അവർ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന അവസാന നിമിഷങ്ങൾ അടുത്തുണ്ടെങ്കിൽ നാം എപ്പോഴും അവർ പറയുന്നത് കേൾക്കുവാൻ വളരെ താല്പര്യമുള്ളവരാണ്. പലപ്പോഴും അവരെ പറയുന്നത് നമ്മുടെ ജീവിതാവസാനം വരെ ഒരുപക്ഷെ നാം ഓർത്തിരിക്കുകയും ചെയ്യും. കാരണം അവസാനത്തെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ജോൺ വെസ്ലി ഒരിക്കലല്ല തന്റെ മരണസമയത്ത് പറഞ്ഞു, ദ ബെസ്റ്റ് ഓഫ് ഓൾ ഇസ് ഗാഡ് ഈസ് വിത്ത് us. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിലേക്ക് ഇന്ന് രാത്രി നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ 3.5 വർഷക്കാലം പബ്ലിക് മിനിസ്ട്രിയുമായി യഹൂദിയിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ശിഷ്യന്മാരോട് കൂടെ നടന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യം കർത്താവ് നിറവേറ്റി. കർത്താവിൻ്റെ ജീവിതം മൊത്തം നാം പഠിക്കുമ്പോൾ അതൊരു സാക്രിഫിഷ്യൽ ലൈഫാണ്. അത് ക്രൂശിൽ അവസാനിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആമേൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ക്രൂശിൽ കർത്താവ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
കർത്താവിന്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു നമുക്ക് കാണുവാൻ കൊണ്ടാൻ കഴിയും. അവൻ തനിക്ക് വേണ്ടി ഒന്നും കരുതിയതായോ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തതായോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ആമേൻ അവന്റെ ജീവിതം, അവന്റെ ആരോഗ്യം, ദൈവം തനിക്ക് നൽകിയതെല്ലാം ആമേൻ ജനത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ചു. ക്രൂശിലും കർത്താവിന്റെ അവസാനത്തെ പ്രാർത്ഥന ആമേൻ തനിക്ക് വേണ്ടിയല്ല, മറിച്ച് ഹല്ലേലൂയ തനിക്ക് ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുമ്പോൾ ആമേൻ കർത്താവിന്റെ മനസ്സുള്ളവരായി തീരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. തിരുവചനം വായിക്കുന്നുണ്ടല്ലോ, ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. നാം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീർന്നത്? ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് കാണിച്ച ക്ഷമ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വളരെ പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. കർത്താവ് പ്രാധാന്യമേറിയ എല്ലാ ശുശ്രൂഷകളുടെയും തുടക്കങ്ങളിലെല്ലാം വളരെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു. രാത്രി മുഴുവൻ മലയിൽ പ്രാർത്ഥിക്കുകയും രാവിലെ ജനത്തിന് നടുവിൽ ശുശ്രൂഷിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയോടെ ആമേൻ സ്നാനമേൽക്കുന്ന ഭാഗം നാം വായിക്കുന്നുണ്ട്. മരുരൂപമലയിൽ ആമേൻ വലിയ തേജസ് കൊണ്ട് നിറയപ്പെട്ടപ്പോഴും അവിടെ തന്റെ ശിഷ്യന്മാരുമായി തന്റെ ചിലരുമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് കടന്നുപോയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രാർത്ഥന കർത്താവിന്റെ ജീവിതത്തിന്റെ ഒരു ഹാബിറ്റ് ആയിരുന്നു, ഒരു ഭാഗമായിരുന്നു. ഞാനും നിങ്ങളും ക്രൂശിലേറുമ്പോൾ മാത്രമാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ കർത്താവ് ആമേൻ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും പ്രാർത്ഥന തന്റെ ഒരു ഹാബിറ്റ് ആയിരുന്നു. ഇന്ന് രാത്രി എന്നെ ഓർപ്പിക്കട്ടെ, ദൈവത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ മാത്രമല്ല ആമേൻ ഏതു നേരത്തും പ്രാർത്ഥിക്കുന്നവരാകണം നാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആമേൻ ജീവിതത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ നാളിലും തന്റെ വേദനയൊക്കെ താൻ മറക്കുകയാണ്, തന്റെ പ്രയാസങ്ങൾ മറക്കുകയാണ്, താൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും കർത്താവ് മറന്നിട്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കുമാറാകണമേ. ജീവിതത്തിൽ തന്റെ ശുശ്രൂഷ കാലയളവിൽ താൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. എന്നാൽ ആമേൻ ഈ ക്രൂശിൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ഇന്റർസെസറി പ്രയറിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. പ്രാർത്ഥന പലതുണ്ട്. ആമേൻ പല തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന വർഷിപ്പായി മാറാം, പ്രാർത്ഥന സ്തുതിയായി മാറാം, പ്രാർത്ഥന നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാകാം. അതിനൊന്നും തെറ്റില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥനയുടെ ഒരു ഫോർമാറ്റ്, ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി ആമേൻ ഇവിടെ പ്രാർത്ഥിപ്പാൻ പ്രബോധിപ്പിച്ച കർത്താവിന്റെ ദാസൻ, ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചു, കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നാം എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. നാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ക്രൂശ് ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ആമേൻ എത്രമാത്രം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മോശ പ്രാർത്ഥിച്ചു ഇസ്രായേലിന് വേണ്ടി, അല്ലെ? അബ്രഹാം പ്രാർത്ഥിച്ചു നശിച്ചു പോകാൻ സാധ്യതയുള്ള ആമേൻ സോദോമിന് വേണ്ടി. പൗലോസ് തന്റെ സ്വന്തജനമായ യഹൂദന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കാണുന്നുണ്ട്. കർത്താവും പ്രാർത്ഥിച്ചു തന്റെ ജീവിതത്തിലുടനീളം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നോക്കിയേ, കർത്താവ് ഈ ക്രൂശിലേക്ക് വരുന്നതിന് മുമ്പ് ഗത്സമനയിൽ കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ക്രൂശിലെ പ്രാർത്ഥനയും ഗത്സമനയിലെ പ്രാർത്ഥനയും തമ്മിൽ ഒരു നിമിഷം നാം ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ആമേൻ. നമുക്കറിയാം, ആമേൻ രക്തം വീർപ്പുള്ളികളായി ഇറ്റിറ്റ് വീണ ഗത്സമനയിൽ കർത്താവ് ആമേൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്, വളരെ ആവലോടെ. ആമേൻ ഒരു മനുഷ്യന് താങ്ങുവാൻ കഴിയുന്നതിന് അപ്പുറമായ ഭാരം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞുവല്ലോ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. ലോകത്തിന്റെ പാപം ആമേൻ അതിന്റെ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് കിടക്കുമ്പോൾ താൻ അവിടെ മുതൽ ആ ഭാരത്തിന്റെ കാഠിന്യം ഏറ്റെടുക്കുവാൻ തുടങ്ങുകയാണ്. കർത്താവിടെ ആമേൻ വളരെ വേദനയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം. എന്താ കർത്താവ് പ്രാർത്ഥിക്കുന്നത്? കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ ഒന്ന് മാറ്റണമേ. നോക്കിയേ, കർത്താവോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു ചോയ്സ് കൊടുക്കുകയാണ് പിതാവാം ദൈവത്തിന്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, കർത്താവേ if it is your will, തിരുഹിതമെങ്കിൽ ആമേൻ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ക്രൂശിലെ കർത്താവിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച്, കർത്താവ് അവിടെ ഒരു ചോയ്സും പിതാവാം ദൈവത്തിന് കൊടുക്കുന്നില്ല. കർത്താവ് അവിടെ എന്താ പറയുന്നത്? കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ. ഇനി ഞാനും നിങ്ങളും, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാനാണെങ്കിൽ ഈ പ്രാർത്ഥന നേരെ തിരിച്ചു പ്രാർത്ഥിക്കാമായിരുന്നു. ഞാൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കും, കർത്താവേ ഈ കപ്പ് മാറ്റി തരണം. ഇവിടെ ചോയ്സ് ഒന്നുമില്ല. ഗത്സമനയിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ പാനപാത്രം മാറ്റിക്കളയണം. ഞാൻ നിന്റെ പൈതലാണ്. കഴിഞ്ഞ 3.5 വർഷമായി ഞാൻ നിന്റെ ശുശ്രൂഷ
പറയുകയാണ്, കഴിഞ്ഞ 3.5 വർഷമായി ഞാൻ എന്തെല്ലാം സഹിച്ചു. നീ പറഞ്ഞതിന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ കപ്പ് നീ എനിക്ക് മാറ്റി തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ക്രൂശിലേക്ക് കയറുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, അവിടെ ഞാൻ കർത്താവിന് ചോയ്സ് കൊടുക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ പറയും, കർത്താവേ, ഇവരെന്നോട് ചെയ്തതെല്ലാം നീ കണ്ടല്ലോ. ഇവരെന്നോട് കഴിഞ്ഞ ദിവസങ്ങളായി, കഴിഞ്ഞ മണിക്കൂറുകളായി, കഴിഞ്ഞ 3.5 വർഷങ്ങളായി ചെയ്യുന്നതെല്ലാം നീ കണ്ടല്ലോ. കർത്താവേ, നിനക്ക് ഹിതമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവിടെ ഞാൻ ചോയ്സ് കൊടുക്കും. കാരണം എൻ്റെ വ്യക്തിപരമായ കാര്യത്തുമായി ഞാൻ പ്രാർത്ഥനയുടെ അടുത്ത് വരുമ്പോൾ അവിടെ ദൈവത്തിന് ചോയ്സ് കൊടുക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ ദൈവത്തിന്റെ ഇഷ്ടക്കാൾ ഉപരി എൻ്റെ ഇഷ്ടം, എൻ്റെ വിടുതലാണ് എനിക്ക് വിഷയം. നിങ്ങൾ ഇവിടെയാണ് നാം മാറേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗത്സമനയിൽ ജീസസ് give an option to the Father. If it is your will, I'm willing. കർത്താവേ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നെ ഒന്ന് മാറ്റണമേ. എന്നാൽ ക്രൂശിൽ കർത്താവ് വരുമ്പോൾ ഒരു ഓപ്ഷനും അവിടെ കൊടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ശരിക്കും അവിടെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. എന്നാൽ കർത്താവ് പറയുകയാണ്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കുമാറാകണമേ. കർത്താവ് അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുവാൻ തൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇങ്ങനെ ഒരു പ്രാർത്ഥന ലൈഫ് നമുക്കുണ്ടാകുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും സെൽഫിഷ് അല്ലേ? There are things that we need. അതിനപ്പുറത്തൊരു ഓപ്ഷൻ ആർക്കുമില്ല. നാം വളരെ കർശനമായ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കും. നല്ലത് തന്നെയാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനപ്പുറത്തൊരു ഓപ്ഷനുമില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവിന്റെ ഹിതമാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റ്. ദൈവം എന്താഗ്രഹിക്കുന്നു അതാണ് നമ്മുടെ ബെസ്റ്റ്. അത് കാണുവാൻ ഒരു അകക്കണ്ണ് തുറക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ ഇതാണ് റൈറ്റ് ചോയ്സ് എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ എനിക്ക് അതല്ല വേണ്ടത്, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നാൽ ക്രൂശിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം പ്രാർത്ഥിച്ചു. നാം അത് കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് ഈ 3.5 വർഷത്തിൽ ആദ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഇവിടെ ക്രൂശിൽ. എന്താ കാര്യം? കർത്താവ് നാം വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിലൊക്കെ പലരോടും കർത്താവ് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു വരിക്കുന്നു, യുവർ സിൻസ് ആർ ഫോർഗിവൻ, അല്ലേ? നാം അത് ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ വായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:48 അവിടെ ചിലർ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവരുടെ വിശ്വാസം കണ്ട പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാൻ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. അവിടെ പിതാവാം ദൈവത്തോടൊന്നും ദൈവം കർത്താവ് ചോദിക്കുന്നില്ല. ഹി ഈസ് ഡയറക്ട്ലി forgiving the sinner. നാം വായിക്കുന്നുണ്ടോ? ഇത് വലിയ പ്രശ്നമുണ്ടാക്കി, അല്ലെ? ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലും നാം അത് വായിക്കുന്നുണ്ട്. സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. സോ തന്റെ ശുശ്രൂഷ വേളയിൽ കർത്താവ് ഡയറക്റ്റ് ആയിട്ട് പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിയോളജിയൻസ് അതിന് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ അതൊന്നും വിശദമാക്കുന്നില്ല. എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം. ക്രൂശിൽ എന്റെയും നിങ്ങളുടെയും റെപ്രസെന്റേറ്റീവായി കർത്താവ് ക്രൂശിൽ യാഗമായി തീരുകയാണ്. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവിടെ തൻ പിതാവിന്റെ കരുണയ്ക്കായി യാചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, നമ്മുടെ കർത്താവ് ലോകത്തിലുള്ള എല്ലാ നേതാക്കളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ്. വളരെ വ്യത്യസ്തനാണ്. ലോകത്തിലുള്ള സകല നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാണ്. ഈ ലോകത്തിൽ കർത്താവിന് ശേഷം ജീവിച്ചിട്ടുള്ളവർ മാത്രമല്ല, പഴയ നിയമ നാം വളരെ ഹീറോസ് ആയിട്ട് കണ്ട് ആദരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരെന്ന് പോലും നമ്മുടെ കർത്താവ് വളരെ വ്യത്യസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിംശോനെ കുറിച്ച് പാടുന്നുണ്ട്, അല്ലേ? സാംസൺ വാസ് ദ മൈറ്റിയസ്റ്റ് മാൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. നമുക്ക് സാംസന്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. താൻ പിടിക്കപ്പെടുന്നതും തന്റെ ബലത്തിന്റെ രഹസ്യവും ഒക്കെ നന്നായിട്ട് അറിയും. എന്നാൽ ഒരിക്കൽ ഈ ശിംശോനെ ഈ ഫെലിസ്തീൻസ് വന്ന് പിടിച്ച് അവന്റെ രഹസ്യമെല്ലാം നഷ്ടപ്പെട്ട് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിൽ കൊണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശിംശോന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അതൊന്ന് വായിക്കാമോ നമുക്ക്? ആമേൻ. താങ്ക് യു. ശിംശോന്റെ പ്രാർത്ഥന എന്താണ്?
ശിംശോൻ പറയുകയാണ്, അവൻ കർത്താവെ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ശക്തി തരണം. എന്തിന്? ടു ടേക്ക് റിവെഞ്ച്, പ്രതികാരം എടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. പേര് ശിംശോൻ എന്നല്ലെങ്കിലും നാമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, അവൻ ശിംശോന്റെ പ്രാർത്ഥന, അവൻ ഈസ് അബൌട്ട് ടു ലീവ് ദിസ് വേൾഡ്, അല്ലെ? മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുവാൻ പോവുകയാണ്. അപ്പോൾ മരണം വഴി ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുവാൻ തുടങ്ങുന്ന അവസാന നിമിഷത്തിലും പ്രതികാരത്തിന്റെ ആത്മാവാണ് തന്നിൽ വ്യാപരിച്ചത്. ദൈവത്തിന് സ്തോത്രം. താൻ പറയുകയാണ്, കർത്താവെ ഒരിക്കൽ കൂടി ഇസ്രായേലിന്റെ മധുരഗായകനും നാം എല്ലാം ഏറ്റവും ആദരിക്കുകയും നാം ധ്യാനിക്കുകയും ചെയ്യുന്ന ദാവീദ്, അല്ലെ? ഇസ്രായേലിന്റെ സ്വീറ്റ് സിംഗർ ഓഫ് ഇസ്രായേൽ ആൻഡ് ദ കിങ് ഓഫ് ഇസ്രായേൽ. ദാവീദ് മരണസമയത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. വായിക്കാം 1 രാജാക്കന്മാർ 2:5-6 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ, 1 Kings chapter 2 verse 5 and 6. ചെരിയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രായേലിലെ 2 സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേരിനോടും യേദേരിന്റെ മകൻ അമാസയോടും ചെയ്തത് തന്നെ നീയും അറിയുന്നുവല്ലോ. അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു. യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ. ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കുക. എത്ര നല്ല ഉപദേശം, എത്രയോ അനുഗ്രഹിക്കേണ്ട ഉപദേശമല്ലേ? He's about to take the last breath. അവസാന നിമിഷം മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ദാവീദ്. ദാവീദ് ഉടനെ തന്റെ മകനായ ശലോമോനോട് പറയുകയാണ്, നീ ജ്ഞാനം, അതിനകത്തിലെല്ലാം ഉണ്ട്, നമ്മൾ തുറന്നൊന്നും പറയില്ല, നീ ജ്ഞാനം ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. ഇതായിരുന്നു ആമേൻ അന്നത്തെ കാലഘട്ടം, ഇതായിരുന്നു അന്നത്തെ ജനസമൂഹം. പക്ഷെ അതിന്റെ നടുവിലാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ പറയുന്നത്, ദൈവമേ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി നമ്മിൽ വ്യാപരിക്കേണ്ടത് ഈ ആത്മാവാണ്, നമ്മിൽ വ്യാപരിക്കേണ്ടത് ഈ സ്വഭാവമാണ്, നമ്മിൽ വ്യാപരിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭകൾക്കുള്ളിൽ അന്യോന്യം ക്ഷമിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇവിടങ്ങളിലേക്ക് ആടുകൾ ഓടിക്കൂടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം പിരിഞ്ഞിരിക്കുന്നവരും ആമേൻ ഉള്ളിൽ സ്പർദ്ധ കൊണ്ട് നടക്കുന്നവരും ഒന്നും ആയിത്തരില്ല ഒരിക്കലും. ആമേൻ നാം നമ്മെ തന്നെ ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാകണം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ എടുത്ത ചർച്ചിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ഓർമ്മിപ്പാനിടയായി തീർന്നു. ഒരു സോറി പറഞ്ഞ് ഫ്രീ ആയി തീരാവുന്ന ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം അത് ചെയ്യാതെ പലപ്പോഴും നമ്മുടെ ജീവൻ ബേർഡനാക്കി കളയുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് യേശുവിനെ നോക്കി ബുദ്ധി പഠിപ്പിക്കുവാൻ നമ്മോട് യാചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവരെല്ലാം ഒരു സമൂഹം ആമേൻ റിവെഞ്ചിന്റെ, പ്രതികാരത്തിന്റെ, കുലപാതകത്തിന്റെ മെസ്സേജ് അടുത്ത തലമുറയിലേക്ക് പാറിയപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് നമുക്കൊരു ദൂത് നൽകി. ഹല്ലേലൂയ. ശത്രുവിനെ സ്നേഹിക്കുവാനും ശത്രുവിനോട് ക്ഷമിക്കുവാനും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വ്യത്യസ്തനാണ്. He is different from every other person who lived on the face of the earth. ഈ ലോകത്തിൽ ജീവിച്ച എല്ലാവരിൽ നിന്നും നമ്മുടെ കർത്താവ് വ്യത്യസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. താൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആരാണ് ഈ അറിയാത്തവർ? എന്താണ് ഇവർ ഈ അറിയാതെ ചെയ്യുന്നത്? ചെറിയ നിമിഷം കൊണ്ട് നമ്മൾ നോക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന ഈ ഗ്രൂപ്പ് ആരെയൊക്കെ കുറിച്ചാണ്? കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണേ. ആരാണ് ഇവർ? ഒന്നാമത് സോൾജിയേഴ്സ്, റോമൻ സോൾജിയേഴ്സ്, അല്ലെ? ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ആ പാവങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. കാരണം they are officials, they are employees, അല്ലേ? അവര് ഗവൺമെന്റിന്റെ ജോലിക്കാരാണ്. അവരുടെ മേലുദ്യോഗസ്ഥർ, അവരുടെ ക്യാപ്റ്റൻ, അവരുടെ ശതാധിപൻ, അവരുടെ സഹസ്രാധിപൻ ഒക്കെ എന്തോ പറയുന്നു അത് മാത്രം ചെയ്യുവാൻ വിധിക്കപ്പെട്ടു. അവരുടെ ഉള്ളിൽ കർത്താവിന്റെ ഈ നിഷ്കളങ്കത്വം കൊണ്ട് രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പൊ അവരുടെ ജോലിയുടെ ഭാഗമായി ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ ഈ പ്രാർത്ഥന അവർക്ക് ബാധകമാണ്, യാതൊരു സംശയമില്ല. ഈ കള്ളന്മാർ, അവരെയും നമുക്ക് കൂടാം. ക്രൂശിലെ കള്ളന്മാർ, അവര് നിഷ്കളങ്കരാണെന്നല്ല, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അവരുടെ ബിസിനസ് വേറെയാണ്, അവരുടെ ലോകം വേറെയാണ്, അവരിടപെടുന്ന മണ്ഡലം വേറെയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതിന്റെ അകത്തെ കാര്യങ്ങളൊന്നും അത്ര വ്യക്തമല്ല. അതുകൊണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്താം. കർത്താവ് അവരെ അവരോട് തന്നെ, അവരിൽ ഒരുവനോട് തന്നെ കർത്താവ് ക്ഷണിക്കുന്നുണ്ടല്ലോ. ഈ മൂന്നാമത്തെ യഹൂദന്മാർ അറിഞ്ഞില്ലേ? യഹൂദൻ അറിഞ്ഞില്ലേ ആരുടെ കയ്യിലാണ് ആണിയടിക്കുന്നതെന്ന്? യഹൂദൻ അറിഞ്ഞില്ലേ ആരുടെ തലയിലാണ് മുൾക്കിരീടം വെച്ചതെന്ന്? യഹൂദൻ അറിഞ്ഞില്ലേ അവൻ ആരെയാണ് ക്രൂശിക്ക എന്ന് അവൻ അട്ടഹസിച്ചതെന്ന്? പത്രോസിന്റെയും
പൗലോസിന്റെ ഒക്കെ വാക്കുകൾ കടമെടുത്ത് നമുക്ക് പറയാം, അവനും അറിഞ്ഞില്ലെന്നങ്ങ് പറയാം അല്ലേ? അപ്പോസ്തലർ പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അത്ഭുതമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് തന്റെ ജനത്തെ നോക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായിക കൊണ്ട് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്കിനുള്ളിൽ ഇവരുമുണ്ട്. ആമേൻ. ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല. കാരണമൊന്നുമല്ല, ഇവർക്ക് വന്നുപോയ അബദ്ധം എന്ന് പറയുന്നത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:34 പുരുഷാരമോട് ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. അവരെ കർത്താവിനെ തള്ളിപ്പറയാനുള്ള കാര്യം അവര് പ്രതീക്ഷിച്ച ക്രിസ്തു അല്ലിത്. See, the Messiah that they were expecting, they thought that he will live forever. എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരു മശിഹ വരും എന്നവർ വചനത്തെ ആമേൻ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അവരറിഞ്ഞില്ല. പത്രോസ് പറയുന്നുണ്ടല്ലോ, പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അപ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞതിനകത്തിൽ യഹൂദൻ എന്ന ഈ സമൂഹമുണ്ട് അല്ലെ? യഹൂദ ജാതിയെ നോക്കി കർത്താവ് പറയുകയാണ്, കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇനി ബാക്കിയുള്ളവരോ? യൂദയുണ്ട് ഇവിടെ. യൂദ അറിഞ്ഞില്ലേ? Did Judas know what he is doing? വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യം. Matthew 27:4. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ. ദൈവത്തിന് സ്തോത്രം. യൂദ അറിഞ്ഞില്ല ദൈവങ്ങളെ. യൂദ അറിഞ്ഞു താൻ എന്താ ചെയ്യുന്നതെന്ന്. കർത്താവ് തിരുവത്താഴം പങ്കിട്ട് കൊടുക്കുമ്പോ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്കറിയാമല്ലോ. ജൂഡസ് ന്യൂ, യൂദ അറിഞ്ഞു. ഹല്ലേലൂയ. നീ പീലാത്തോസ് അറിഞ്ഞില്ലേ? പീലാത്തോസ് അറിഞ്ഞില്ലേ താൻ എന്താ ചെയ്യുന്നതെന്ന്? യോഹന്നാന്റെ സുവിശേഷം 19:4 നാം ഇങ്ങനെ വായിക്കുന്നു, പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. He was the man in charge. He was the one who had the authority to release Jesus. യേശുവിനെ വേണമെങ്കിൽ വിട്ടുകളയുവാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ച പീലാത്തോസ് അവനുമായി സംസാരിച്ചു. പൈലറ്റ് ക്വസ്റ്റ്യൻ അവനെ ചോദ്യം ചെയ്തു. അവനെ ചോദ്യം ചെയ്തെന്ന് ഒരു കാര്യം പീലാത്തോസിന് മനസ്സിലായി, ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. വിട്ടയക്കുവാൻ അധികാരമുള്ളവൻ ഇന്നസെന്റ് ബ്ലഡിനെ ഹല്ലേലൂയ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് അറിഞ്ഞില്ലേ അവൻ എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവൻ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ ഇങ്ങനെ കിടന്ന് ഈ കാൽവറിയിലെ സീൻ ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഇതിനകത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെടും. അയ്യോ, കർത്താവിനെ എന്തിനാണ് ഇങ്ങനെ കേൾപ്പിക്കുന്നത്? ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമുക്കറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ചരട് പിടിക്കുന്ന മുകളിൽ ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നാം ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറാകണം. There is a God who controls everything that happens. Hallelujah. ഈ ലോകത്തിൽ നടക്കുന്നതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. നാം നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ജ്ഞാനത്തിലും കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഒരു കൺക്ലൂഷൻ എത്തുകയാണ്. പലപ്പോഴും നമ്മുടെ കൺക്ലൂഷൻ നോക്കി ദൈവം ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് വ്യക്തിപരമായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. ഈ ഭാഗം ഇന്ന് രാത്രി വ്യക്തിപരമായിട്ട് നാം ഒന്ന് അപ്ലൈ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അറിഞ്ഞവരും അറിയാത്തവരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ ജീവിതത്തിൽ പലതും വന്നു ഭവിക്കുന്ന നടുവിൽ നമ്മെ ക്രൂശിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രി ദൈവവേദനെ നീ വിശ്വസിക്കണം, നിന്നെ അറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. ആക്ഷരികമായി നിന്റെ മുമ്പിൽ നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും ഉയരത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവചനങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുകയാണ്. ഒന്നൊന്നായി God's plan is being unfolded on Calvary. ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നൊന്നായി കാൽവറിയിൽ ചുരുളഴിയുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി അറിയണം, എൻ്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മൊമെന്റ്സും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. അവനറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവമെല്ലാം അറിയുന്നു. കാൽവറിയിൽ അന്ന് നടന്ന സകല കാര്യങ്ങളും, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് കർത്താവ് നിലവിളിക്കുമ്പോഴും ഹല്ലേലൂയ ആമേൻ അദൃശ്യമായ ദൈവ സാന്നിധ്യം അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ഇവരെ എന്താണ് അറിയാതെ ചെയ്തത്?
അറിയാതെ ചെയ്തവരെയും അറിഞ്ഞ് ചെയ്തവരെയൊക്കെ നോക്കി. ഈ അറിയാതെ ഇവരെന്താ ചെയ്തേ? പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. അതൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, ജോൺ 19:19. പീലാത്തോസ്, ജോൺ 19:19. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അത് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. പീലാത്തോസ് ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതി ഈ ക്രൂശിന്റെ മുകളിൽ വെച്ചു. അതിങ്ങനെയാണ്, എന്താണ്? INRI എന്ന് വായിക്കുന്ന ജീസസ് ഓഫ് നസ്രത്ത്, ദ കിങ് ഓഫ് ദ ജൂസ്. യേശു, നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ യഹൂദന് ഇത് ഇഷ്ടപ്പെട്ടില്ല. നമുക്കറിയാലോ ചരിത്രമൊക്കെ. യഹൂദൻ 19:21-22 വായിക്കുന്ന യഹൂദൻ ചെയ്തു. അങ്ങനെ പാടില്ല. കാരണം ഇത് ഇവന്റെ ചങ്കി കൊണ്ടു. പീലാത്തോസിന്റെ കൈകൾ കൊണ്ട് എഴുതി വെച്ചത് യഹൂദനെ ചങ്കിൽ കൊണ്ടു. അവൻ ചെന്ന് പറയുകയാണ്, ഇങ്ങനെ എഴുതരുത്. എന്റെ ഭാഷ പറഞ്ഞ പോയി പണി നോക്കാം, ഞാൻ എഴുതി എന്ന് ആര് പറഞ്ഞു? പീലാത്തോസ് പറഞ്ഞു. ദൈവമക്കളെ, അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. എന്താണെന്നറിയാമോ? ഈ അവിടെ എന്താ എഴുതി വെച്ച്? നസറനായ യേശു യഹൂദന്മാരുടെ രാജാവ്. കർത്താവ് 33.5 തിരുവയസ്സിൽ കാൽവറിയിൽ ക്രൂശിൽ ആണിയടിച്ച് കിടക്കുകയാണ്. 33.5 വർഷം മുമ്പ്, എക്സാക്ട്ലി 33.5 years ago, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? They asked the question, where is the one that is born as the king of the Jews? രാജാവ് എല്ലാവരെയും വിളിച്ചു. രാജാവിന് ആകപ്പാടെ വെപ്രാളമായി. പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും കൊട്ടാരത്തിലുള്ള നോബിൾസിനെയും വിളിച്ചു. നോബിൾസിനെയും വിളിച്ചപ്പോൾ അവരെ ആളിനെ കണ്ടില്ല, സ്ഥലം കണ്ടു. അവർ പറഞ്ഞു, എന്തോ ബേത്ലഹേമിൽ, അവൻ ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. But they did not know who it is. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ അവർ ആ ചോദ്യത്തിന് ഉത്തരം നോക്കാൻ ശ്രമിച്ചു. കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഉത്തരം കിട്ടിയായിരുന്നെങ്കിൽ അവർ യേശുവിനെ ക്രൂശിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. 33.5 വർഷത്തിന് ശേഷം, 33.5 വർഷം മുമ്പ്, ആമേൻ, കിഴക്ക് തോന്ന വിദ്വാൻമാർ ചോദിച്ച ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം ഒരു ജാതിയന്റെ കൈകൊണ്ട് എഴുതി യെരൂശലേമിൽ നാട്ടി. ഹല്ലേലൂയ! യഹൂദന്മാരുടെ രാജാവ്, നസറനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഇന്ന് രാത്രി നാം ഇത് വിശ്വസിക്കണം. ചില കാര്യങ്ങളുടെയൊക്കെ ഉത്തരത്തിന് കൊടുക്കുവാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാൻ പിതാവാം ദൈവത്തിന് തന്റെ പരിധിയിൽ വച്ചിരിക്കുന്ന സമയമുണ്ട്. അന്ന് ഒരു കുടുംബം കേൾക്കുവാനല്ല, ഒരു രാജാവ് കേൾക്കുവാനല്ല, ഈ ലോകം മുഴുവൻ കേൾക്കുവാൻ എന്റെ കർത്താവ് വിളിച്ചു പറയും, നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ജാതീയനായ പീലാത്തോസ് ഒന്നും അറിഞ്ഞില്ല എഴുതി വെച്ചപ്പോൾ. അവന്റെ അറിവില്ലായ്മ കൊണ്ടെന്നോ അറിവ് കൊണ്ടെന്നോ എനിക്ക് അപ്പോൾ തോന്നി. അതാ ഞാൻ പറഞ്ഞത്, കാൽവറിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ഗത്സമന മുതൽ പുനരുത്ഥാനം വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ ദൃഷ്ടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിലവിളിച്ചു, മൈ ഗാഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? നീ എന്നെ തള്ളിക്കളഞ്ഞു എന്ത്? നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെ 2 പോടൊക്കെ കൊടുത്ത് മാറി ഇരുന്നാലും അവരറിയാതെ നമ്മുടെ ദൃഷ്ടി അവിടെ ഉണ്ട്, അവൻ്റെ പേരുണ്ട്. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ നാം വളരെ കാതോർത്തിരിക്കുകയാണ്. സ്വന്തം പുത്രൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സൊന്ന് ഹല്ലേലൂയ ചലിക്കുന്നുണ്ടോ? സ്വന്തം പുത്രൻ കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവിന്റെ ഹൃദയത്തോടെ സകലത്തെയും നന്നായി നിയന്ത്രിക്കുന്ന ഒരു പിതാവിനെ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 33.5 വർഷം നീണ്ടുനിന്ന ഏജ് ഓൾഡ് ക്വസ്റ്റ്യന് ആമേൻ അന്ന് മനുഷ്യ ഉത്തരം ലഭിച്ചു. ഒരാഴ്ച മുമ്പ് ഇതേ പാർട്ടികൾ പാടിയതാണ്. എന്താണ്? ഹോസന്ന ഹോസന്ന, ഇസ്രായേലിന്റെ നാമത്തിൽ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ. ഒരു പക്ഷെങ്കിൽ ഈ ന്യൂസ് ഒക്കെ പീലാത്തോസിന്റെ ചെവിയിലെത്തി കാണും. ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. പീലാത്തോസ് എഴുതിയത് 100% കറക്റ്റ് ആയിരുന്നു. അത് മാറ്റുവാൻ യഹൂദൻ നോക്കിയിട്ടും പീലാത്തോസ് അതിന് വഴങ്ങിയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു രാജാവാണ്. പീലാത്തോസിനോട് ചോദിച്ചല്ലോ, യോഹന്നാൻ 18:37, പീലാത്തോസിനോട് എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന്, തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ, പീലാത്തോസ് അവിടെ എഴുതി വെച്ചു, ആമേൻ, നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ്. പക്ഷെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല.
ഹല്ലേലൂയ. ഒരു നാൾ നമ്മുടെ കർത്താവ് വരും. ദൈവത്തിന് സ്തോത്രം. ഒരു നാൾ നമ്മുടെ കർത്താവ് വരും. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പ്രവചനാത്മാവിൽ പറഞ്ഞു 19:16 രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരുന്നു. പീലാത്തോസിന്റെ കൈകൊണ്ട് എഴുതി വെച്ചത് യഹൂദന്മാരുടെ രാജാവെന്ന് മാത്രമാണ്. എന്നാൽ കാലത്തിന്റെ ഒരു തികവിങ്കൽ നമ്മുടെ കർത്താവ് വീണ്ടും വരും. യഹൂദന്റെ മാത്രം രാജാവായിട്ടല്ല, സകല ലോകത്തിന്റെയും രാജാവായി വരും. അവൻ നമ്മുടെ എല്ലാം രാജാവായി എഴുന്നള്ളും. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് അറിഞ്ഞതിനപ്പുറം നമ്മുടെ കർത്താവിന് ഇനി വരവുണ്ട്. പീലാത്തോസ് അറിഞ്ഞതിനപ്പുറം നമ്മുടെ ദൈവം രാജാവായിട്ട് എഴുന്നള്ളുന്ന ഒരു നാളുണ്ട്. എന്തിനാണ് ഇത് എഴുതി വെച്ചോന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. We do not know why he wrote those statements, but I believe എന്റെ ബുദ്ധിശൂന്യതയോട് ഞാൻ വിശ്വസിക്കുകയാണ്, പീലാത്തോസിന്റെ കാര്യത്തെ ചലിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസിന്റെ വാക്കുകളെ നിയന്ത്രിച്ച ഒരു ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കാൽവരിയിൽ നടന്ന ഓരോ കാര്യങ്ങളെ, അത് ഒരു ഇച്ചിരി ലോങ് ആയിട്ടുള്ള പ്രസംഗമാണ്, മുമ്പ് സമയമില്ല. ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിതാവായി ദൈവം എക്സാക്റ്റായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുക. ഹല്ലേലൂയ. പുത്രൻ തമ്പുരാൻ ക്രൂശിലാണ്, അല്ലേ? നമ്മുടെ എല്ലാം ഹല്ലേലൂയ പാപത്തെ ചുമന്ന് താൻ ക്രൂശിൽ കിടക്കുമ്പോൾ സിമ്പിളായിട്ടുള്ളായിരുന്നൊക്കെ നാം വായിക്കുന്നു, അവൻ്റെ വസ്ത്രം അവർ പാകത്തെടുത്തു. ഇതൊക്കെ സങ്കീർത്തനത്തിൽ വിളിച്ചു പറയപ്പെട്ടു. എന്ത്? എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. 4 പേർ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി എന്ന് വെച്ചാൽ 4 ആമേൻ സോൾജേഴ്സ് അത് പങ്കിട്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ കാലത്ത് കുറ്റം വിധിക്കുന്നവൻ്റെയും കൊല്ലപ്പെടുന്നവൻ്റെയും ഒക്കെ ബിലോങ്ങിങ്സ് എടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യം. പക്ഷെ അവരതും ചെയ്തു. വിശദീകരിക്കാൻ സമയമില്ല. ഈ ചില സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൺട്രോൾ വളരെ പ്രിസൈസാണ്. വളരെ പ്രിസൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റോബോട്ടിക് ആം കൊണ്ടൊക്കെ സർജറി ചെയ്യുന്ന ഒരു കാലത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വളരെ പ്രിസൈസാണ്. മില്ലിമീറ്റർ ലെവലിലൊക്കെ വളരെ പ്രിസൈസായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ്. എനിക്ക് ഭാഗം വായിച്ചപ്പോൾ തോന്നി 1932 ഈ ഒരു പടയാളികൾ ഒരുത്തൻ ചുറ്റിയെടുത്ത് ഇവരെ എല്ലാം കാലൊടിക്കുക. ആ പോന്ന് പോക്കിൽ അവൻ ആരുടെയും കാലൊടിക്കാമായിരുന്നു, പക്ഷെ ഒടിച്ചില്ല. അവൻ മരിച്ചുപോയെന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൻ്റെ നിവൃത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എവ്രിതിങ് വാസ് ബീങ് കൺട്രോൾഡ് ബൈ ഫാദർ ഇൻ ഹെവൻ. ഇന്ന് രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഇളകി മറിഞ്ഞ കലങ്ങി മറിഞ്ഞ സിറ്റുവേഷൻസ് നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിൽ വിശ്വസിക്കണം. ഞാൻ അറിയാതെ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ കർത്താവിൻ്റെ ഒരു കൺട്രോൾ കാര്യങ്ങളുടെ മേലുണ്ട്. ഞാൻ അറിയാത്ത നിലയിൽ കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. അത് ഞാൻ കണ്ട് സന്തോഷിക്കും. ക്രൂശിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ കർത്താവിന്റെ ജീവിതം. പുനരുത്ഥാനം ചെയ്യുന്ന യേശുവിനെ അവർ സാക്ഷ്യം വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ക്രൂശിന്റെ അനുഭവത്തിൽ പതറിപ്പോകരുത്. എനിക്കും നിങ്ങൾക്കും ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു എന്ന് പ്രവചനത്തിന് ആണോടെ വ്യത്യാസം വരാതെ. ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ കാര്യം. God is in control of every situation. രാത്രി നിങ്ങളെല്ലാം മറന്നാലും ഈ ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളത്തിൽ ഏറ്റുകൊണ്ടുകൊണ്ട് എവിടുന്ന് പോകുന്നത്? എല്ലാ സാഹചര്യങ്ങളും ദൈവം അറിയുന്നു. എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടും എൻ്റെ പരിചയം കൊണ്ടും ഒക്കെ എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് എനിക്ക് കൺട്രോൾ ഇല്ല. പക്ഷെ അവിടെയും കൺട്രോൾ ഉള്ള ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. Everything happens under absolute control of my father. എൻ്റെ പിതാവിൻ്റെ കൺട്രോൾ സകലത്തിന്മേലുമുണ്ട്. സ്തോത്രം. പടയാളിലൊരുത്തൻ കുന്തമെടുത്ത് അവനെ വിലാപ്പുറത്ത് കുത്തിയെങ്കിലേക്ക് അവർ നോക്കുമെന്നുള്ള പ്രവചനവും അവിടെ. നിങ്ങളെ ഈ കർത്താവ് ക്രൂശിൽ എൻ്റെ ദൈവമേ കൈവിട്ടതെന്ന് വിളിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൽ ഇവരോട് ക്ഷമിക്കണം. ഈ അതൊരു കാര്യം ശ്രദ്ധിച്ചോ, ക്രൂശിൽ ആണിയടിക്കപ്പെട്ട് ബ്ലീഡ് ചെയ്യുമ്പോഴും പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അവിടെയും പിതാവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവമേ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം കർത്താവിനുണ്ട്.
നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത് മനസ്സിലാവോ? ആരെങ്കിലും ഒന്ന് ആണി അടിച്ചോട്ടെ, ആരെങ്കിലും ഒന്ന് ആണി അടിച്ചോട്ടെ നമ്മുടെ കയ്യിൽ. ഒരിക്കലും ഒരു ബിഷപ്പ് മേൽ ബിഷപ്പിൻ്റെ അരികെ ചെന്ന് കംപ്ലൈൻറ്റ്, എനിക്ക് ആ സഭയിൽ പോകാൻ വയ്യ, എനിക്ക് ആ ചർച്ചിൽ പോകണ്ട. അപ്പം മേളിലുള്ള ബിഷപ്പ് പറഞ്ഞു, ഈ പ്രീസ്റ്റിനോട് പറഞ്ഞു, അതിനെന്തോ പറ്റിയ സാരമില്ല, എനിക്കവിടെ പോകണ്ട, ഞാൻ ഇനി ചത്താലും അവിടെ ശുശ്രൂഷിക്കത്തില്ല. കാരണം ഈ ബിഷപ്പ് ചോദിച്ചു, നിന്നെ അവർ നല്ലിയോ? ഇല്ല. നിന്റെ തലയെ മുൾക്കിരീടം വെച്ചോ? ഇല്ല. നിന്നെ തുപ്പിയോ? ഇല്ല. നിന്നെ അടിച്ചോ? ഇല്ല. ആണി വല്ലോ അടിച്ചോ? ഇല്ല. പുരോഹിതന് മനസ്സിലായി അങ്ങോട്ടാണ് പോകുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ അവിടെ ശുശ്രൂഷിച്ചോളാന്ന് പറഞ്ഞു. നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് എവിടെയാണ്? ഇതൊക്കെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. അല്ല, ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നു പറയുമ്പോഴും നമുക്ക് അറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് ഈ ക്ഷമിക്കുന്നത് സുഖകരമായ ഒരു അനുഭവത്തിലല്ല, ബ്ലീഡ് ചെയ്യുമ്പോഴാണ് സഹിക്കുന്നത്. നമ്മൾ ബ്ലീഡ് ചെയ്യുമ്പോഴാണെങ്കിൽ മനസ്സ് മുഴുവൻ ഇവിടെ ഒന്ന് എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യേണ്ടതെന്നുള്ളതാണ് ചെയ്യുന്നവരാണ്. ഞാനൊന്ന് എഴുന്നേറ്റേക്കട്ടെ, നമ്മളങ്ങനെ പറയുന്നത്, ഞാനൊന്ന് എഴുന്നേക്കട്ടെ എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ റിലേഷൻഷിപ്പ് പലതും ആണി അടിക്കപ്പെടുമ്പോഴും മുഖത്ത് തുപ്പപ്പെടുമ്പോഴും ഒക്കെ ദൈവമക്കളെ പകരും. പിന്നെ 3-4 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സാവകാശം കിട്ടില്ല, നമുക്ക് പ്രാഗൽഭ്യം നഷ്ടപ്പെടും. പക്ഷേ ഇന്ന് രാത്രി യേശുവിനെ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആമേൻ സെർമൺ ഓൺ ദ മൗണ്ടിൽ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. കർത്താവ് ശത്രുക്കളെ സ്നേഹിപ്പനെന്ന് പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യുവാൻ കിട്ടിയ വേദി അത്ര നല്ല വേദിയൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? നാം പ്രസംഗിക്കുന്നതും പ്രീച്ച് ചെയ്യുന്നതും ഒക്കെ പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റുന്ന അവസരങ്ങൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും ഒക്കാത്ത സാഹചര്യങ്ങളായിരിക്കാം. ഇന്ന് രാത്രി കർത്താവ് നമ്മെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. നീ മലമുകളിൽ പ്രസംഗിച്ചാൽ പോരാ, താഴ്വരയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. മലമുകളിൽ പ്രസംഗിക്കുന്നത്, താഴ്വരയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പക്ഷേ മുൾക്കിരീടം അണിഞ്ഞുകൊണ്ടാണെങ്കിലും അവിടെയും നീ പ്രസംഗിച്ചത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായാൽ സഭകൾ ഉണർത്തപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം മടങ്ങി വരണം. കൂട്ടു സഹോദരനോട്, വെളിയിലുള്ളവരോട് നിൽക്കട്ടെ, കൂട്ടു സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ശത്രുക്കളോട് കർത്താവിടെ ക്ഷമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഒത്തിരി പ്രസംഗിക്കുന്നവരാണ്, ഞാൻ ഉൾപ്പെടെ ഒത്തിരി പ്രസംഗിക്കുന്നവരാണ്. ബട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള സ്പോട്ടിൽ ദൈവം നമ്മെ കൊണ്ട് നിർത്തും. കർത്താവ് മാറി എന്ന് നോക്കും, ഇവരെന്തോ ചെയ്യുന്നതെന്ന് കാണുവാൻ. ഹല്ലേലൂയ. നാം ഈ ദിവസങ്ങൾ അങ്ങനെ ആയിപ്പാന്തൊക്കെ തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിന്ന് നോക്കി, കർത്താവ് റെസ്പോൺസ് വളരെ വ്യത്യസ്തമായിരുന്നു. കർത്താവിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ശതാധിപൻ തന്നെ പറയുന്നുണ്ട്. എന്ന് പറയുന്നു, ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം. മത്തായും മർക്കോസും ആണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതി. ലൂക്കോസ് എഴുതി, ഇവൻ നീതിമാനായിരുന്നു സത്യം. എന്ന് വെച്ചാൽ എന്താ? ഈ ശതാധിപൻ എത്രയോ മരണം കണ്ടിട്ടുണ്ട്, ഈ ശതാധിപൻ എത്രയോ ക്രൂശീകരണം കണ്ടിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിൽ എല്ലാവരുടെയും പേര് പറഞ്ഞ് ശപിക്കുന്ന മരണങ്ങൾ മാത്രമേ താൻ കാൽവറിയിൽ കണ്ടിട്ടുള്ളൂ. ഏതെല്ലാം നിലയിൽ അബ്യൂസിങ് വേർഡ്സ് പുറപ്പെടാമോ അതെല്ലാം ഈ മരിക്കുന്നവരുടെ നാവുകളിൽ നിന്ന് കേട്ട് കണ്ട് ആമേൻ ആ സ്ഥലത്തായിരുന്ന ശതാധിപൻ ഒരു കാര്യം മനസ്സിലായി, ഇന്നലെ വരെ ഞാൻ കണ്ടിട്ടുള്ള ഒരു മരണമല്ലിത്. ഇവൻ ദൈവപുത്രനാണ്, ഇവൻ നീതിമാനാണ്. ഇന്ന് രാത്രി ആ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഞാനും നിങ്ങൾ വാണി അടിക്കപ്പെടുമ്പോൾ ചുറ്റുപാടുമുള്ളവർ എന്തു പറയുമെന്നുള്ള ചോദ്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവർ പറയാനിടയിൽ, ഈ പുള്ളിയല്ലേ അന്ന് അങ്ങനെ പ്രസംഗിച്ചതെന്ന് നമ്മെ കുറിച്ച് പറയാം. ദൈവത്തിന് സ്തോത്രം. ശപിച്ചും ആ വേദനയിലും പല്ല് കടിച്ചും ഒക്കെ അവസാനിക്കുന്ന ജീവിതങ്ങൾ കണ്ട് പരിചയമായ ശതാധിപൻ പറഞ്ഞു, ഇവൻ ദൈവപുത്രനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പർവ്വതമുകളിൽ ഗിരിപ്രഭാഷണത്തിൽ ജനത്തിന് നടുവിൽ ഇരുന്ന് പറഞ്ഞതൊക്കെ കർത്താവ് ക്രൂശിലാണ് നിറവേറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊന്ന് പ്രൂവ് ചെയ്യുവാൻ കർത്താവിന് കിട്ടിയ അവസരം ക്രൂശിലാണ്. അവിടെയും അവനത് നഷ്ടപ്പെടുത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളെ ടൈംസ് വിൽ കം. നമ്മുടെ ജീവിതത്തിലും സമയം ആമേൻ വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഹാബിറ്റായി മാറണം. എൻ്റെ സമയം അവസാനിക്കുകയാണ്, പെട്ടെന്ന് ഒഴിച്ചു നിർത്താം. ദൈവത്തിന് സ്തോത്രം. ക്രൂസിൽ കർത്താവ് ക്ഷമിച്ചതുപോലെ ഈ കർത്താവ് ക്രൂസിൽ ക്ഷമിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് നോക്കിയേ, കർത്താവിനും ഇവിടെ മറ്റൊരു മെൻറ്റാലിറ്റിയിലൂടെ കടന്നു പോകാമായിരുന്നു. കാരണം ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് കഴിഞ്ഞ ചില മണിക്കൂറുകളായി കർത്താവ് കടന്നു പോകുന്നത്.
കർത്താവ് അന്ന് വരെ അനുഭവിച്ച ജീവിതം അതല്ലായിരുന്നു. കല്ലെറിയുവാൻ അവരെ കല്ലെടുത്തിട്ടുണ്ട്, തള്ളിക്കളയുവാൻ അവർ ക്ലഫ്റ്റിലൊക്കെ അല്ലെങ്കിൽ പർവ്വതത്തിന്റെ അഗ്രത്തിലൊക്കെ മലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആരും കർത്താവിനെ കൈവച്ചില്ല. കാരണം അവരുടെ നാഴിക വരുന്നതുവരെ കർത്താവിനെ തൊടുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്റെ ജീവിതത്തിലേക്ക് അവിടെ ഇരുന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. താൻ ഈ ജീവിതം മുഴുവൻ ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ച ആളാണ്. ഹല്ലേലൂയ. അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ചയാളെയാണ് നമ്മുടെ കർത്താവ്, അല്ലെ? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന ഇടയന്മാരുടെ നടുവിൽ ആമേൻ നാം ദൂതന്മാരെ കാണുന്നുണ്ട്. ദൂതന്മാർ വന്ന് പറയുകയാണ്, ഹല്ലേലൂയ, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. So there was angels to declare his birth, അല്ലെ? പിന്നീട് നാം വായിക്കുന്നുണ്ട്, പിശാച് പരീക്ഷിക്കപ്പെടുവാനായി, പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനായി ആത്മാവ് മരുഭൂമിയെ നടത്തി. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു, ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. പിന്നീട് നാം വായിക്കുന്നുണ്ട്, ഗത്സമനയിൽ കർത്താവ് പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ ഒന്ന് മാറ്റണമേ. അവിടെ നിന്ന് വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണുന്നവരുണ്ട്. അപ്പോൾ ജനനത്തിൽ ദൂതനെ കാണുന്നുണ്ട്, പരീക്ഷയുടെ നടുവിൽ ദൂതനെ കാണുന്നുണ്ട്, ഗത്സമനയിൽ പാനപാത്രം കുടിക്കുവാനായി ഒരുങ്ങുന്ന കർത്താവിനെ ധൈര്യപ്പെടുത്തുവാൻ ദൂതനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. മരിച്ച് ആമേൻ തന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ആമേൻ കാവലിരിക്കുന്ന ദൂതനെയും നാം കാണുന്നുണ്ട്. മത്തായി 25-ൽ ദൂതൻ സ്ത്രീയോട് ഭയപ്പെടേണ്ട, താൻ പറഞ്ഞതുപോലെ തന്റെ റിസറക്ഷൻ അറിയിക്കുവാനും നാം ദൂതനെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 40 നാളോളം അവരോട് കൂടെ ഇരുന്നിട്ട് ആകാശത്തിലേക്ക് പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, ദൂതന്മാർ വന്ന കർത്താവിനെ ആമേൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നാം കാണുന്നുണ്ട്. ക്രൂശിൽ കിടക്കുന്ന ദൈവത്തോട് ചോദിക്കുവാൻ 1000 ചോദ്യങ്ങളില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ജനനത്തിങ്കൽ ആമേൻ ദൂതന്മാർ, എന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ദൂതന്മാർ, ആമേൻ എന്റെ ഗതസമനയുടെ നടുവിൽ ദൂതന്മാർ, എന്റെ പുനരുത്ഥാനം അറിയിക്കുവാൻ ദൂതന്മാർ, എന്റെ സ്വർഗാരോഹണത്തിനും ദൂതന്മാർ വരും. ഹല്ലേലൂയ. ഒരു ചോദ്യം എനിക്കുണ്ട്, എന്തേ ഗോൽഗോഥായിൽ ഒരു ദൂതനെയും നാം കാണുന്നില്ല? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പതർച്ച എവിടെയാണ് തുടക്കം? ഹല്ലേലൂയ. ആമേൻ. എല്ലായിടങ്ങളിലും ദൂതന്മാരുടെ സാന്നിധ്യം. He sees the presence and the intervention of angels everywhere, but not on the cross. രാത്രി ഹല്ലേലൂയ ക്രൂശ് സമാനമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആമേൻ സഹായവും വിടുതലും ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. അവൻ ഇതിലൂടെ കടന്നുപോയി. ഇതെല്ലാം സഹിച്ച കർത്താവാണ് നമ്മുടെ രക്ഷകനായി തീർന്ന പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. മരക്കുരിശുമായി ഗോൽഗോഥയിലേക്ക് നടന്നു കയറുന്ന യേശുവിന്റെ അരിക്കൽ വന്ന ഒരു ദൂതനും തന്റെ കാതിൽ പറഞ്ഞില്ല, പേടിക്കണ്ട, ഐ ഗോട്ട് യു, ഞാനുണ്ട്, അവൻ ആരും കാണുകയില്ല, എന്റെ അദൃശ്യമായ സാന്നിധ്യം നിന്റെ ക്രൂശിന്റെ ഭാരം കുറയ്ക്കും എന്നൊരു ദൂതനും പറയുന്നില്ല. ക്രൂരരാം യൂതരാൽ അവൻ നിന്ദിക്കപ്പെട്ടപ്പോൾ ഒരു ദൂതനും ഇടപെടുന്നില്ല. തന്റെ ആണികളിൽ ഹല്ലേലൂയ കാരിരുമ്പാണികൾ അടിച്ചു കയറ്റുമ്പോൾ, തന്റെ കാലിൽ കാരിരുമ്പാണി അടിച്ചു കയറ്റുമ്പോൾ ഒരു ദൂതനും ഒരു സോൾജറിന്റെയും കൈ പിടിച്ചിട്ട് അരുത്, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഇവൻ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുന്ന ഒരു ദൂതനെയും നാം കാണുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും കടന്നു പോകുന്നതിനൊക്കെ അപ്പുറം എത്ര ഇരട്ടി എന്റെ യേശു കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. Those were the moments that he really needed the presence of the angels. ദൂതന്മാരുടെ സാന്നിധ്യം ഏറ്റവും അത്യാവശ്യമായിരുന്ന സാഹചര്യങ്ങൾ പക്ഷെ അതൊക്കെ ആയിരിക്കാം. നാം ഒരു ദൂതനെയും കാണുന്നില്ല. ഇതൊക്കെ മനസ്സിൽ ബിൽഡപ്പ് ആയിട്ട് റിസെന്റ്മെന്റിനാൽ, ആങ്കറിനാൽ, ആഗണിയാൽ ഹല്ലേലൂയ കർത്താവിന്റെ നാവിൽ നിന്ന് വരേണ്ട വാക്കുകൾ മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ മറ്റു പലതുമാണ്. എന്നാൽ യേശു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക ക്ഷമിക്കണമേ. ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രൂശിന്റെ അനുഭവത്തിലും സംയമനം കൈവിടരുത്. ക്രൂശിന്റെ അനുഭവത്തിലും നാം ആരാണെന്നുള്ളത് മറന്നു പോകരുത്. ക്രൂശിന്റെ അനുഭവത്തിലും നാം ആരെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് മറന്നു പോകരുത്. ഈ രാത്രി യേശുവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ആർക്കെങ്കിലും ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലായില്ലെങ്കിൽ ഈ കാര്യം ഒന്ന് ചിന്തിക്കണം. ദൈവപുത്രൻ കാൽവറിയിൽ തന്റെ അവസാന ശ്വാസം എടുക്കുമ്പോഴും ദൂതൻ മുഖാന്തരം വിടുവിക്കപ്പെടുവാൻ ഇടയാകാതിരുന്നത് എന്നെയും നിന്നെയും സ്നേഹിച്ചത് കൊണ്ടാണ്. എൻ്റെ ആത്മാവിന്റെ വിടുതലിന് വേണ്ടി, എൻ്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, forgiveness is something that we have to apply in our life. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് forgiveness. ക്ഷമിക്കുവാനുള്ളവരോട് ക്ഷമിച്ച് രാത്രി ഒരു ടാബ്ലറ്റിന്റെ ആവശ്യമില്ല, സമാധാനമായി കിടന്നുറങ്ങാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൂട്ടു സഹോദരന്മാരുടെ കൈ കൊടുത്ത് സോറി എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്കിടയായി തീരട്ടെ. ആമേൻ. അകത്ത് രൂപാന്തരം സംഭവിക്കട്ടെ. വെളിയിൽ ആത്മാക്കളെ നേടുന്നതിനേക്കാൾ ആദ്യം കരയും കടലും നടന്ന മതത്തെ ചേർക്കുന്ന പള്ളി ഭക്തരെ പോലെ നാം ആയിത്തീരരുത്. ഒരുവൻ അകത്തു വന്നാൽ ഇവിടെ ദൈവമുണ്ട്